ഇപ്പോൾ വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനും പരോൾ അനുവദിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ DGP പരോൾ അനുവദിച്ചത്. അജീഷ്, ഇയാൾക്ക് എത്ര ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുന്നത്? വിസ്മയ കേസിലെ പ്രതി മുൻ എം വി ഡി കൂടിയായിരുന്ന കിരൺകുമാറിന് 30 ദിവസമാണ് പരോൾ അനുവദിച്ചത്. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയായിരുന്നു കിരൺകുമാറിനെ 10 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. സ്ത്രീധന പീഡന നിരോധന നിയമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അന്ന് കിരൺകുമാറിനെ ശിക്ഷിച്ചത്. ഇതിനിടയിൽ 2 വർഷത്തോളമാകുന്നു തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കിരൺകുമാറിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിരൺകുമാർ ജയിൽ വകുപ്പിനൊരു അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അന്ന് സാധാരണ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു അപേക്ഷ നൽകുമ്പോൾ ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടെ നിന്നുള്ളൊരു അവിടുത്തെ SHO നൽകുന്ന പോലീസ് റിപ്പോർട്ടും ഒപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പിലെ പ്രൊബേഷണറി ഓഫീസർ നൽകുന്ന പ്രൊബേഷൻ റിപ്പോർട്ടും ഇത് രണ്ടും കൂടി പരിഗണിച്ചായിരിക്കും ഒരു പരോൾ അനുവദിക്കണോ എന്ന് ജയിൽ സൂപ്രണ്ട് തീരുമാനിക്കുക. ആദ്യഘട്ടത്തിൽ ഈ 2 റിപ്പോർട്ടും എതിരായിരുന്നു. പരോൾ അനുവദിക്കരുതെന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും ഈ അപേക്ഷ നൽകുകയായിരുന്നു ഈ കിരൺകുമാർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പോലീസ് റിപ്പോർട്ട് ഈ കിരൺകുമാറിന് ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു. പക്ഷേ പ്രൊബേഷണറി റിപ്പോർട്ട് പ്രൊബേഷണറി ഓഫീസ് നൽകിയ റിപ്പോർട്ട് കിരൺകുമാറിന് പരോൾ അനുവദിക്കാമെന്നായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിൽ DGP കിരൺകുമാറിന് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. കടുത്ത ഉപാധികളോടെയാണ് പരോൾ നൽകിയിരിക്കുന്നത്. അതായത് ഈ വിസ്മയുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോകരുത്, സാക്ഷികളെ ഒന്നും കാണരുത്, ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ശരി അജീഷ്, വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനാണ് പരോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.